കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. ലോഞ്ചിങ് സൂൺ ഇൻ യൂറോ, അയർലൻഡ്, USA ആൻഡ് കാനഡ. ഞാനിപ്പോൾ ഉള്ള സെയിന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് എന്ന് പറഞ്ഞ രാജ്യത്തെ റോബർട്ട് എൽ ബ്രാഡ്ഷാ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും എൻ്റെ 85ാമത്തെ രാജ്യമായ ഡൊമിനിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ ഡഗ്ലസ് ചാൾസ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഞാനിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഈ ഒരു എയർപോർട്ടിൽ നിന്നും ആകെ 9 വിമാനങ്ങൾ മാത്രമാണ് ഇന്ന് പുറപ്പെടുന്നതും വരുന്നതും. ഇപ്പം 3:30 അമേരിക്കയ്ക്കുള്ളൊരു വിമാനമുണ്ട്. അത് പുറപ്പെട്ടു കഴിഞ്ഞാൽ 4:45 എൻ്റെ വിമാനമുള്ളത്. അസ് യൂഷ്വൽ നമ്മൾ വിന്നെയറിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ വിന്നെയറിൽ നമ്മൾ ഇവിടുന്ന് ഡൊമിനിക്കയ്ക്ക് ഡയറക്റ്റ് അല്ല പോകുന്നത്, ആൻറ്റിഗ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വിമാനത്തിൽ ഇരുന്നാൽ മതി എന്ന് തോന്നുന്നു. എയർപോർട്ടൊക്കെ കാലിയാണ് ഗൈസ്, നോക്കൂ, ആരും നഹി. ഞാൻ എയർപോർട്ടിനകത്ത് വന്നു. ഇതാണ് എയർപോർട്ട്. ഇവിടെ ഈ കാണുന്ന ഒരു കടയുണ്ട്, പിന്നെ ഇത് സെക്യൂരിറ്റി ചെക്ക് ഏരിയ, പിന്നെ ഇത് ഗേറ്റ്, 5-6 ഗേറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ജെറ്റ് ബ്ലൂ കിടപ്പുണ്ട്, അമേരിക്കയിലേക്ക് പോകുന്ന ജെറ്റ് ബ്ലൂ. വേറെ ഒന്നുമില്ല ഗൈസ് ഇവിടെ, ഇത്രയുള്ള എയർപോർട്ട്. പിന്നെ ഇവിടെ ഒരു ബാറുണ്ട്, അത് അടച്ച്. ആ കാണുന്നത് സോളാർ പാനലാണ് വെച്ചിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് മറ്റേ വെൽക്കം ടു മറ്റേ സെയിന്റ് കിറ്റ്സ് എന്നുള്ള ആ ഒരു ബോർഡിൻ്റെ സംഭവമാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇന്നലെ വിമാനത്തിൽ ലാൻഡ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ബോർഡ് മുകളിൽ നിന്ന് കണ്ടപ്പോൾ നമുക്കത് വായിക്കാൻ പറ്റും. വിമാനത്തിൽ നിന്നുള്ളവർക്ക് അത് വായിക്കാൻ പറ്റുള്ളൂ. ഈ ജെറ്റ് ബ്ലൂ ഫ്ലൈറ്റൊക്കെ ഒന്നുമില്ല കേട്ടോ, ഇതൊക്കെ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഉള്ളൂ. സീസൺ സമയത്തൊക്കെ വരുമായിരിക്കും, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വളരെ കുറവാണ്. പിന്നെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് 1-2 ഐലൻഡുകൾ കണക്ട് ചെയ്തിട്ട് ലണ്ടനിലേക്ക് ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫ്ലൈറ്റും ഉണ്ട്. അങ്ങനെ നമുക്ക് പോകേണ്ട ഏകദേശം 19 വർഷം പഴക്കമുള്ള വിന്നെയറിൻ്റെ വിമാനം ATR ആണ്. ATR വിമാനം അതാ വന്നിരിക്കുകയാണ്. എന്ത് വെളിച്ചം വന്നിരിക്കുക, ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അവിടെ കൊണ്ടുവന്ന് നിർത്തും, ആൾക്കാർ ഇറങ്ങും, നമ്മളിപ്പോൾ കയറും. നമ്മുടെ പെട്ടിയൊക്കെ ഓൾറെഡി അവിടെ പോയി കിടപ്പുണ്ട് ഇതിനകത്ത് കയറ്റാനായിട്ട്. അവിടെ ഒരു ജനറേറ്റർ പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ വിമാനത്തിൽ. അത് വിമാനത്തിൻ്റെ എയർ കണ്ടീഷനിങ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു എക്സ്റ്റേണൽ സിസ്റ്റം കൊടുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും, കാരണം ഒരു അരമണിക്കൂറോളം ഈ ചൂടത്ത് ഈ വിമാനം ഇവിടെ കിടക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് ട്രാൻസിറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ അവസ്ഥ ഭയങ്കര ശോകമായിരിക്കും. ഇന്നും പണി പാളുമോ എന്നെനിക്കൊരു സംശയമില്ലാണ്ടില്ല. വിമാനം വന്നിട്ട് കുറേ നേരമായി. അവരവിടെ എന്തൊക്കെയോ വിമാനത്തിൻ്റെ പുറകിൽ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. നമ്മുടെ 4:50 വിമാനം പോകേണ്ടത്, ഇപ്പോൾ 5 മണിയായി. ഈ എയർപോർട്ടിൽ നിന്നുള്ള ഇന്നത്തെ അവസാനത്തെ വിമാനമാണിത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല കേസ്. അങ്ങനെ ഫൈനലി ബോർഡിങ് തുടങ്ങുകയാണ്. ഇവിടെ അല്ല ഇങ്ങനത്തെ പരിപാടിയാണ്. ഇപ്പം ഭയങ്കര നല്ല സ്കൈ ആയി, നല്ല ക്ലിയർ ആയി സ്കൈ. Okay. Open your passport, please. Thank you. Is it new? Yeah. 2024. ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്തിട്ട് ആ പുള്ളിക്കാർ തന്നെ നമ്മളെ വിമാനത്തിനടുത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് ഇവരുടെ എല്ലാവരുടെയും രീതികൾ. സ്റ്റാഫല്ലേ എയർപോർട്ടിൽ ആൾക്കാരാണ് വേണ്ടതല്ലേ. പല പല പ്രോസസ്സുകൾക്കും ജോലികൾക്കും ഒക്കെ ആയിട്ട് ലഗേജ് കൈകാര്യം ചെയ്യാൻ അതിൻ്റെ ടെക്നീഷ്യന്മാർ, ഇവർ ഗ്രൗണ്ട് സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ എത്ര ആൾക്കാരുണ്ടാവും അല്ലേ. നല്ല കാറ്റുണ്ട് ഇപ്പോഴും, കാറ്റും മഴയൊന്നും അങ്ങോട്ട് അങ്ങനെ മാറിയിട്ടില്ല. പിന്നെ താങ്ക് യു. Good afternoon. How are you? ഇതിനകത്ത് ആളാണല്ലോ. അത് ഇത്രയും ആൾക്കാരുണ്ടാവും അല്ലേ. അടിപൊളി. മുമ്പിൽ പോയിരിക്കാം. ATR വിമാനത്തിൽ മാത്രമേ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഇതുപോലത്തെ സീറ്റുകളുള്ളൂ. അത് ATR വിമാനത്തിൻ്റെ പ്രത്യേകതയാണ്. 2 സീറ്റുകൾ രാജാവിനെ പോലെ നമുക്ക് പാസഞ്ചേഴ്സിനെ എല്ലാവരും നോക്കിയിരിക്കാൻ പറ്റും. ഞാൻ ഇരിക്കുന്നത് എമർജൻസി എക്സിറ്റിലാണ്. ഫ്രണ്ടിലൂടെ എമർജൻസി എക്സിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ജനറേറ്ററൊക്കെ ഊരി മാറ്റി. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ആൻറ്റിഗ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ആൻറ്റിഗ നമ്മൾ അധികം പൊങ്ങിയിട്ടില്ല, ആകെ 7500 ഫീറ്റേ പൊങ്ങിയിട്ടുള്ളൂ. കാരണം തൊട്ടടുത്തുള്ള രാജ്യമാണ് ആൻറ്റിഗ. അവിടെ നമ്മൾ കണ്ടതാണ്.
ഇപ്പോൾ ബസ്സിൽ ഓരോ സ്റ്റോപ്പിൽ നിർത്തി ആൾക്കാർ കയറി ഇറങ്ങുന്ന പോലെ തന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങും, ഇനി അടുത്ത ആൾക്കാർ കയറും, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവും. അരമണിക്കൂർ വെച്ച് ഒരു എയർപോർട്ടിൽ സ്റ്റോപ്പുണ്ട്. അങ്ങനെയാണ് പരിപാടി. ഞാൻ പുറമോട്ട് വന്നിരുന്നു, കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇവിടെ ഓപ്പൺ സീറ്റാണ്. ഓപ്പൺ സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എവിടെ വേണമെങ്കിൽ ഇരിക്കാം. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഫുൾ ഫ്ലൈറ്റ് കണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ഭാഗത്ത് യാത്ര ചെയ്തിട്ട് ഫ്ലൈറ്റ് ഫുള്ള് കാണുന്നത് ഇവിടെ നിന്ന്. Take a moment to check the seat back pocket in front of you for any item you may have to. Thank you. Enjoy the rest of your night. Thank you. ബൈ, ഗുഡ് നൈറ്റ്. നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ 85ാമത്തെ രാജ്യം ഡൊമിനിക്ക. ലേറ്റായി, അതുകൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ പകല് വന്നിറങ്ങണ്ട. ഒന്നുമില്ല, ഇവിടെ 6 മണിയാകുമ്പോൾ ഇരുട്ടും. ഡൊമിനിക്കയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു ഡൊമിനിക്ക. വെൽക്കം ടു ഡൊമിനിക്ക, ദ നേച്ചർ ഐലൻഡ്. അങ്ങനെ ഞാൻ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അടിപൊളി. ഇത് ബസ് സ്റ്റാൻഡ് ഇതിലും വലുതാണ് ഗൈസ്. കുഞ്ഞ് എയർപോർട്ടാണ്, കുഞ്ഞ് എയർപോർട്ട്. ഈ പുള്ളി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണേ. ഞാനിവിടെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇത് കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം. നമുക്കിവിടെ വിസ ഒന്നും വേണ്ട, നമുക്കിവിടെ വിസ ഫ്രീ ആണ്. നമുക്ക് USA ഉള്ളവർക്ക് ഇവിടെ വിസ ഫ്രീ ആണ്, വേറെ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. സോ ഇറ്റ്സ് വെരി ഈസി ടു ഗോ കം എല്ലാം. താങ്ക് യു, വെൽക്കം. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവ് ആണ്. വാട്ട്സ് യുവർ നെയിം? Lester. Lester. Okay. How do you pronounce your name? My name is Sujit. Sujith. It's Sujit. Where are you from? I'm from India. Okay. Yeah. Come to explore the island? Not much. I have only one day. Okay. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ലെസ്റ്റർ എന്ന് പറയുന്ന ആ പുള്ളിയുടെ വീട്ടിലാണ്. ഞാൻ കഥകൾ പറയാൻ അകത്ത് പോയിട്ട് അതിന് മുമ്പ് ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇവിടേക്ക് വന്ന വഴി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഇടുക്കിയിലൊക്കെ ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മലയുടെ മേളിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും, അതേപോലെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ വന്നിട്ട് എന്നെ പിക്ക് ചെയ്തുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു, അയാളുടെ വീട്ടിലേക്ക് വരുന്നു. ഇത് അയാളുടെ ഒരു വീടിന് മുമ്പ് ഒരു ഹോം സ്റ്റേ ആണ്. മേളിൽ അയാൾ താമസിക്കുന്നു, താഴെ അയാളുടെ മുറി. അതാണ് സെറ്റപ്പ്. ഇത് ഇവിടുത്തെ ഒരു ഹോം സ്റ്റേ ആണ്. So this is your house. You stay here. I'm upstairs. Ah, okay. How many rooms do you have? Sure. So are you doing anything else apart from this? I do tours and taxi. Ah. And some real estate. Okay. Nice. So I'll take a quick shower. So just let me know, when the food is ready. Okay. Yeah. Alright? Yeah. Sure. Your key. Okay. Thank you. See now, so the restaurant is up top. Okay. Once you call, you come. Yeah. Sure. Thank you. അതിൽ ഈ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഥകൾ പറയാം. അതിന് മുമ്പായിട്ട് ഇവിടെ ഇമിഗ്രേഷനിൽ പ്രത്യേകിച്ചൊന്നും ചോദ്യം പറച്ചിലൊന്നുമില്ല. നമ്മളിവിടെ വരിക, വന്ന് പാസ്പോർട്ട് കൊടുക്കുക. ഇവിടെ ഒരു ഇമിഗ്രേഷൻ ഫോം എല്ലാ രാജ്യങ്ങളിലും ഫില്ല് ചെയ്യണം. അപ്പോൾ ആ ഇമിഗ്രേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും പാസ്പോർട്ട് കൊടുക്കുന്നു. ഇമിഗ്രേഷൻ ഓഫീസർ ഈസ് നോട്ട് ആസ്കിങ് എനി ക്വസ്റ്റ്യൻസ് ആൻഡ് വി ആർ ഗോയിങ് ഇൻസൈഡ്. അപ്പം പുള്ളി പാസ്പോർട്ട് തിരിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാമ്പില്ലേ? സ്റ്റാമ്പില്ല എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ല ചേട്ടാ, എനിക്ക് സ്റ്റാമ്പ് വേണം, എനിക്ക് സ്റ്റാമ്പ് കിട്ടേണ്ട എങ്ങനെയാ അപ്പോൾ സ്റ്റാമ്പ് തരൂ എന്നൊക്കെ പറഞ്ഞു. അന്നേരം പുള്ളി സ്റ്റാമ്പ് അടിച്ചു തന്നു. സോ അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കസ്റ്റംസിൻ്റെ വക പരിശോധന കൗണ്ടർ എല്ലായിടത്തും ഉണ്ടാവും. ഇവിടെ എല്ലാ രാജ്യങ്ങളിലും, അതായത് ഏത് രാജ്യങ്ങളല്ല, ഏത് ഐലൻഡ് രാജ്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും ഓരോ ഐലൻഡിൽ പോകുമ്പോഴും നമുക്ക് ഇമിഗ്രേഷൻ ഉണ്ട്. അത് രാജ്യമാണെങ്കിലും രാജ്യമല്ലെങ്കിലും അവിടെ ഇമിഗ്രേഷൻ ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്. കസ്റ്റംസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഡിക്ലെയർ ചെയ്യണം, ഡിക്ലെയർ ചെയ്യാണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീറ്റും അങ്ങനെ സാധനങ്ങളൊന്നും ഒരിടത്തും കൊണ്ടുപോകാൻ പാടില്ല. നവ്യനായർ കൊണ്ടുപോയ പോലെ മുല്ലപ്പൂ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ലൈവായിട്ടുള്ളൊരു സാധനങ്ങളും കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ഓരോ രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും ആ രാജ്യത്തിന് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഡ്യൂട്ടി ഫ്രീ സാധനങ്ങൾക്ക് ലിമിറ്റുണ്ട്. അത് പരിശോധിക്കുക. ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായിരിക്കും. മദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലയിടത്ത് 1 ലിറ്ററിൽ കൂടുതൽ പാടില്ല. സിഗരറ്റ് വലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്ര പാക്കറ്റ് സിഗരറ്റിൽ കൂടുതൽ പാടില്ല. നിങ്ങളുടെ കയ്യിൽ കറൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര രൂപയിൽ കൂടുതൽ പാടില്ല എന്നല്ല, ഉണ്ടെങ്കിൽ അത് അവിടെ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ ഡ്യൂട്ടി അടക്കണം. അതാണ് സംഭവം. ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അത് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ രാജ്യങ്ങളുടെയൊക്കെ മെയിൻ സംഭവം. ഏത് രാജ്യത്ത് പോയാലും അത് മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ഥലം ശരിക്കും ഡൊമിനിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ എയർപോർട്ട് ഇരിക്കുന്നത് ഇവരുടെ മെയിൻ സിറ്റി സെൻറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലം. സിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ രാജ്യത്താകെ 75,000 ആൾക്കാരേ ഉള്ളൂ. വലിയ രാജ്യം എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 750 സ്ക്വയർ കിലോമീറ്റർ ഉള്ള രാജ്യമാണ്. അപ്പം ഇവിടെ നിന്ന് ഇവരുടെ സിറ്റി സെൻറ്റർ വരെ 45 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറിന് മേലെ യാത്രയുണ്ട്. അപ്പോൾ അത് രാത്രിയിൽ വന്നിട്ട് അത് സേഫ് അല്ലാതെ മാത്രമല്ല, ഞാൻ ആ 1 മണിക്കൂർ യാത്രയ്ക്ക് ഞാൻ പോകണമെങ്കിൽ മിനിമം ഒരു $40-50 ടാക്സി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒക്കെ നോക്കിയിട്ട് എനിക്കാകെ ഇവിടെ ഞാനൊരു ഫുൾ ഡേ ഞാനിവിടെ ഉള്ളൂ. കാരണം അതുകൊണ്ട് കണ്ടു തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ
ഞാനിവിടെ എയർപോർട്ടിനടുത്ത് തന്നെ മാരിഗോട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു റൂം ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ശരിക്കും ഈ പുള്ളിയുടെ ഹോം സ്റ്റേ അല്ല ഒരു സംഭവം എനിക്ക് ഇതിനകത്ത് കിട്ടിയത്. അപ്പോൾ ഞാൻ പുള്ളിയെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു. പുള്ളിക്ക് വെബ്സൈറ്റൊക്കെ ഉണ്ടായിരുന്നു. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു. പുള്ളി സ്പോട്ടിൽ റിപ്ലൈ ചെയ്തു. $69 എന്നോട് പുള്ളി റൂമിന് പറഞ്ഞു. $69 ഈ റൂമിന് ഇപ്പോൾ AC ഒന്നും ഇല്ല. പക്ഷേ ഇവിടെ AC യുടെ ആവശ്യമില്ല, ഇവിടെ ചൂടില്ല, അതൊരു ചെറിയ മലയുടെ മേളില. $69 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, എയർപോർട്ട് പിക്കപ്പ് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിക്കപ്പും ഡ്രോപ്പും വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു, കാരണം ഇല്ലെങ്കിൽ ഞാൻ ടാക്സി എടുത്ത് തരണ്ടേ. അതിന് $20 പറഞ്ഞു. അത് ഭയങ്കര റീസണബിൾ. എയർപോർട്ടിൽ നിന്ന് ഇവിടെ ഒരു ഏകദേശം ഒരു 10 കിലോമീറ്ററിനടുത്തുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം വേണമെന്ന് ചോദിച്ചു. ഇതൊക്കെ വാട്സപ്പിൽ കൂടെ കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ പറഞ്ഞു ഭക്ഷണം വേണം, ഡിന്നർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഡയറക്ടറി റിക്വയർമെൻറ്റ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നതൊക്കെ പ്രശ്നങ്ങളേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ഒന്നും ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി, അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് വണ്ടി റെൻറ്റിന് വേണം, എനിക്ക് നാളെ ഒരു ഫുൾ പകൽ ട്രാവൽ ചെയ്യാനുള്ളതാണ്, ഒരു വണ്ടി റെൻറ്റിന് വേണം. പുള്ളി അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി തന്നെ വണ്ടിയുടെ റെൻറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഇവിടെ ഇത്ര $, $69, $70, അങ്ങനെ എന്തോ $66 വണ്ടിക്ക് ഇൻക്ലൂഡിങ് ടാക്സ് പ്ലസ് ഒരു $13 ഡ്രൈവേഴ്സ് പെർമിറ്റിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ രാവിലെ വണ്ടി പിക്ക് ചെയ്യാം, വൈകിട്ട് വണ്ടി തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര അടിപൊളി ഡീലിങ്. ഞാൻ എയർപോർട്ടിൽ വന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും പുള്ളി എന്നെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പുള്ളി വല്ല ഡ്രൈവറെ അയച്ചായിരിക്കും എന്നാണ് കരുതുന്നത്. പക്ഷേ അത് പുള്ളി തന്നെയായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി എന്നെ പിക്ക് ചെയ്തു. എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴി അതിവിജനമായിരുന്നു കേസ്. വിജനം എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇരുന്ന് പേടിയായിപ്പോയി. അതുപോലെ വിജനം. കുറച്ച് കടലിൻ്റെ സൈഡിൽ കൂടെ വന്ന് പിന്നെ ഏതോ മലയൊക്കെ കയറി ഇറങ്ങി വന്ന് അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തി. ബാക്കി ഇനി എന്താ സംഭവം എന്നുള്ളത് ബാക്കി ഞാൻ നാളെ പറയാം. അപ്പോൾ ഫസ്റ്റ് ഫുഡ് കഴിക്കണം. ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ. ഈ സ്ഥലം അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഇവിടെ മേളിൽ കയറി വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ഹാമോക്ക് ഉണ്ട്. പിന്നെ പുള്ളിയും പുള്ളിയുടെ വൈഫും കൂടെയാണ് നടത്തുന്നത്. പിന്നെ ഒരു ചെറിയൊരു റിസപ്ഷൻ സെറ്റപ്പ്, പിന്നെ ഒരു കിച്ചൺ, പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. എനിക്ക് തോന്നുന്നു 2-3 മുറികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഭക്ഷണം. പയറ് കറി, ചോറ്, പിന്നെ ചിക്കൻ, അവക്കാഡോ, ക്യാരറ്റ് പിഴിഞ്ഞത്. അടിപൊളി. കുറച്ച് ഹോട്ട് സോസ് തരാൻ പറഞ്ഞതാകുമ്പോഴത്തേക്കിനും ഇത് മുക്കി കഴിക്കുക, അല്ലെങ്കിൽ എരിയും പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ പയറ് കറി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഉണ്ട്. ഹോംലി ഫുഡ്, അടിപൊളി, നല്ല അടിപൊളി ഫുഡായിരുന്നു. വീട്ടിലെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഹോട്ട് സോസൊക്കെ ചേർത്ത് കഴിച്ച് ഇപ്പോൾ തിരിച്ച് റൂമിൻ്റെ മുമ്പിലുള്ള ഹാമോക്കി കിടക്കുക. നല്ല കാറ്റുണ്ട്, നല്ല ഇളം കാറ്റെന്ന് പറയാൻ പറ്റും, അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഈ കാറ്റത്ത് ഈ ഹാമോക്കിൽ ഇവിടെ കിടന്നുറങ്ങാനും ഒരു പ്രത്യേക സുഖമാണ്. വേണമെങ്കിൽ കിടന്നുറങ്ങാം. ഞാൻ മറ്റേ പുള്ളിയായിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ഇന്ത്യനെ പറ്റിയും പിന്നെ പുള്ളിയുടെ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. ഈസ് എ നൈസ് പേഴ്സൺ. ഞാൻ ഇവിടെ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കിടന്ന ചൊറിഞ്ഞു നോക്കി ഉറങ്ങിപ്പോയി കുറച്ച് നേരം. ഇനി രാത്രി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് ഡേ. ഇതാണ് ഞാൻ താമസിക്കുന്ന നമ്മുടെ ലെസ്റ്റർ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീട്. രാവിലെ വണ്ടി റെൻറ്റിനെടുത്തിട്ട് ഇന്ന് നമുക്ക് കറങ്ങാൻ പോകണം. വണ്ടി റെൻറ്റിനെടുക്കണം എന്നുണ്ടെങ്കിൽ എയർപോർട്ടിലേക്ക് പോകണം. പുള്ളി കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നല്ല കിടിലൻ ആംബിയൻസ് ഉള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഡ്രോൺ പറത്തി കാണിച്ചു തരാം. ഡ്രോൺ പറത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. എയർപോർട്ടിനടുത്തായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പറത്താൻ പറ്റുമെങ്കിൽ ഡ്രോൺ പറത്തി കാണിച്ചു തരാം. ഇറ്റ്സ് എ റിയലി നൈസ് പ്ലേസ്. കിടില സ്ഥലം, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ താമസിക്കുന്നത് ശരിക്കും ഇവിടെ കടൽ തീരത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ്. ആ ഒരു കുന്നിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ചേട്ടൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് ദൂരെ എനിക്കിവിടെ കടൽ കാണാൻ സാധിക്കും. പിന്നെ ഇതിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കിഡിലൻ ലഷ് ഗ്രീൻ ഏരിയ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഡൊമിനിക്ക എന്ന് പറഞ്ഞ ഈ രാജ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് വളരെ നല്ല ഒരു റെയിൻ ഫോറസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. രാവിലെ ഇപ്പം നേരം വെളുത്ത് സൂര്യനൊക്കെ ഇങ്ങനെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ചുറ്റും മലനിരകൾ മാത്രമായി നിൽക്കുന്ന ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഉള്ള ഒരു മലയുടെ മേളിൽ കുന്നിൻ്റെ മുകളിലാണ് ഈ ചേട്ടൻ്റെ വീട്. ഇതിലും വലിയ കുന്നുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ശരിക്കും ഈ ഒരു രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് കടൽ തീരത്തോട് ചേർന്നാണ് കൂടുതലും ജനങ്ങൾ വസിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ മുഴുവൻ റെയിൻ ഫോറസ്റ്റുകളും പിന്നെ ആക്റ്റീവായിട്ടുള്ള വോൾക്കാനാസും ഉള്ള ഒരു രാജ്യമാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരീബിയൻ രാജ്യങ്ങളിൽ ദ്വീപുകളിൽ വോൾക്കാനോ ഇറപ്റ്റായിട്ടുണ്ടായതാണ് നമ്മുടെ ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. അതിലുപരിയായിട്ട് ഏറ്റവും അവസാനം ഇതൊക്കെ സംഭവിക്കുന്നത് ഏകദേശം 25 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. ഏറ്റവും അവസാനമായിട്ട് ഉണ്ടായ ഒരു ദ്വീപും കൂടിയാണ് ഡൊമിനിക്ക എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ആ ഒരു മനോഹരമായിട്ടുള്ള ദ്വീപിൽ ധാരാളം കാഴ്ചകളുണ്ട്.
ഇവിടെ നമുക്ക് ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോയും അതേപോലെ തന്നെ ജിയോ തെർമൽ ആക്ടിവിറ്റീസും പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബോയിലിംഗ് പോണ്ട് എന്നൊക്കെ പറയുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു 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 എന്താ പറയുക ജിയോ തെർമൽ ആക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലവും ഇവിടെ ഡൊമിനിക്കയിലാണുള്ളത്. അപ്പോൾ അത് നമുക്ക് കാണാൻ പോകാൻ പറ്റത്തില്ല. അത് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ദുരിതം പിടിച്ച ഒരു വലിയ ഒരു ട്രക്ക് തന്നെ നടത്തിയാൽ മാത്രമേ നമുക്കത് കാണാൻ പോകാൻ പറ്റുള്ളൂ. അത്രയും റിസ്ക് എടുക്കാനായിട്ട് ഇപ്പം എൻ്റെ ഈ യാത്രയിൽ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് നമുക്കത് കാണാൻ പോകാൻ പറ്റത്തില്ല. പിന്നെ ഹൈക്കിംഗ് പാരഡൈസ് ആണ്. മലമുകളിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ഹൈക്കിംഗ് പോകാനായിട്ട് സാധിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ് ഡൊമിനിക്ക എന്ന് പറയുന്നത്. ഡൊമിനിക്കൻ റിപ്പബ്ലിക് സ്പാനിഷ് സ്പീക്കിംഗ് ആയിരുന്നെങ്കിൽ ഡൊമിനിക്ക എന്ന് പറഞ്ഞ ഈ രാജ്യം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. ഇത് കൊളംബസിൻ്റെ സെക്കൻഡ് വോയേജ് ഓഫ് ഡിസ്കവറിയിലാണ് ഈ ഒരു രാജ്യം ശരിക്കും യൂറോപ്യൻസിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. പക്ഷേ കൊളംബസ് ഇവിടെ അല്ലെങ്കിൽ സ്പാനിഷുകാർ ഇവിടെ കോളനി ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രഞ്ചുകാരാണ് ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിച്ചത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ വരികയും ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരുമായിട്ട് വഴക്കുണ്ടാക്കി അവസാനം ബ്രിട്ടീഷിൻ്റെ ഒരു വലിയൊരു കോളനിയാക്കി ഇവരെ മാറ്റുകയുമാണ് ചെയ്തത്. ഇതിപ്പോഴും കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്ക എന്നാണ് ഈ രാജ്യം അറിയപ്പെടുന്നത്. കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. ബ്രിട്ടീഷിൻ്റെ ഒരു കോളനി ആയിരുന്നു. നമുക്കൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഈ ഒരു രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ച് റിപ്പബ്ലിക് ഓഫ് ഡൊമിനിക്ക എന്നുള്ള പേരിലേക്ക് മാറിയത്. നമ്മുടെ കരീബിയൻസിലെ ഏക റിപ്പബ്ലിക് എന്നുള്ള ആ ഒരു രാജ്യം കൂടിയാണ് ഡൊമിനിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഈ രാജ്യത്തിന്. അപ്പോൾ നമ്മളങ്ങ് ദൂരെ നമ്മുടെ കടൽ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കടൽ ബീച്ച് എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്ത് വളരെ കുറവാണ്. നമുക്ക് ആളുകൾക്ക് ഇറങ്ങാൻ സാധിക്കുന്ന ബീച്ച് വളരെ കുറവാണ്. എന്നാലും ചില സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ബീച്ചുകൾ കാണാൻ സാധിക്കും. ഈ വീട് അടിപൊളിയാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ തന്നെ ഒരു സാധാരണ ഒരു വീട് അല്ലേ. ഞാൻ എന്തായാലും ഈ വീട് ചൂസ് ചെയ്ത് ഭയങ്കര നല്ലൊരു തീരുമാനമായിപ്പോയി. ഇന്ന് ക്ലൗഡിയായി വരുന്നുണ്ട്, എന്താണെന്നറിയില്ല, എന്താവെന്നറിയില്ല. ഈ ഒരു വീട് ആകാശത്തുനിന്ന് കാണാൻ പ്രത്യേക ഭംഗിയാണ്, ഭയങ്കര രസമാണ്. അതായത് ശരിക്കും ഒരു ഫോറസ്റ്റിനുള്ളിൽ കാടിനുള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. ഈ തെങ്ങ് ഇവിടെ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ശരിക്കും ലിറ്ററലി ഒരു ഫോറസ്റ്റിനുള്ളിൽ ഒരു മലയാളം മുകളിൽ പണിത് വെച്ചിരിക്കുന്ന ഒരു ജംഗിൾ ലോഡ്ജ് പോലെ തോന്നും. യെസ്, പുള്ളി പേര് കൊടുത്തിരിക്കുന്നത് തന്നെയാണ് സെറനിറ്റി ലോഡ്ജസ് എന്നാണ് പുള്ളി അതിന് പേര് കൊടുത്തിരിക്കുന്നതും. എന്തായാലും സംഭവം കൊള്ളാം. എനിക്ക് ശരിക്കും ഒരു ഭയങ്കര ഒരു ഹോംലി ഫീലാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള കോളാമ്പി പൂവ്, പിന്നെ മറ്റേ ഗോൾഡ് സ്പോട്ട് എന്നല്ല ഇതിൻ്റെ, നിങ്ങളുടെ നാട്ടിൽ തന്നെ പറയുന്നത്, ഞങ്ങൾ പണ്ട് ഗോൾഡ് സ്പോട്ട് എന്നാണ് പറഞ്ഞിട്ടിരുന്നതിന്. പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവും പിന്നെ അതുപോലെയുള്ള പല പൂക്കളും തേങ്ങയും തെങ്ങും പിന്നെ അവക്കാടോ നിപ്പുണ്ട് ഇവിടെ, അങ്ങനെ പേരക്കയുണ്ട്, അങ്ങനെ ലിറ്ററലി ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. I didn't get you. Would you be able to send some of the pictures? Oh yeah, sure, I'll do that. Yeah, sure. The problem with traveling in Caribbean is if I go to different places, the dialect is different. Yes. It's very difficult to understand. Island to island, the English dialect is different. Yes. Yeah, so when you speak fast, no, it's very difficult for me to catch it up. Catch it, yes. Yeah. ഇവിടെ നിറച്ച് അവക്കാടോ നിൽപ്പുണ്ട്, അവക്കാടോ, മാവ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ എല്ലാം സെയിം. മുരിങ്ങ നിൽക്കുന്നുണ്ട്. മുരിങ്ങ എന്നുള്ള ആർക്കും വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഡ്രോൺ പറത്തിയ ഒരു ആകാശത്തുനിന്ന് പറത്തിയ ഒരു കടൽ കണ്ടില്ലേ, ആ കാണുന്ന കടലാണ്, ആ ബീച്ചാണ് ഈ കാണുന്നത് കണ്ടോ. അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. എനിക്കിവിടെ വന്നപ്പോഴത്തേക്കിനും നമ്മുടെ കേരളവും ഇടുക്കിയും വയനാടും തന്നെയാണ് എനിക്ക് തോന്നുന്നത് സെയിം അതേപോലെ സ്ഥലം. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കടൽ തീരത്ത് ഇടുക്കി പോലത്തെ സ്ഥലം ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഹിൽ ക്ലിഫ് ഉണ്ട്, അത്രേ ഉള്ളൂ. ലെസ്റ്റർ തന്നെ എയർപോർട്ടിനടുത്ത് കൊണ്ടുവിട്ടു. എയർപോർട്ടിനടുത്ത് റെൻ്റേ കാർ കമ്പനികളുടെയൊക്കെ ഓഫീസുണ്ട്, അവിടെ കൊണ്ടുവിട്ടു. ഇവിടെ ഇവരെല്ലാം ഒരു 50 വർഷം പുറകിലാണ് കേട്ടോ. പറയാം അങ്ങനെ പരിപാടി നടക്കുന്നത്. എല്ലാം മറ്റേ പേപ്പറിൽ എഴുതി കുത്തി അങ്ങനത്തെ സെറ്റപ്പാണ്. റെൻ്റേ കാറൊക്കെ കിട്ടുന്നത് തന്നെ വലിയ കാര്യം. ഈ കാണുന്ന ഒരു പഴഞ്ചൻ വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത്. ഇത് കൊള്ളാലോ, ഡൈഹാറ്റ്സു ടെറിയോസോ, ഏത് വണ്ടിയാണെന്നൊരു ഐഡിയ ഇല്ല. ഡൈഹാറ്റ്സു. A lot of French tourists rent will go off grid and back. Oh. It's falling now, so that's it. Oh, okay. No, we can't use this one to go off road because I'm not going off-road. you wanted to change the vehicle. That's a different rate. Yeah, this is enough. It's just one. Yeah, just one day. This is enough. Take a picture or video. Oh yeah, sure. I don't know why they drive, but who hits a vehicle all the way here? Take the next right. 130,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 130,000 കിലോമീറ്റർ ഓടിയ റെൻ്റ് കാർ എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അത് വണ്ടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ശരിക്കും ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരു 50 വർഷം പുറകെയാണ്. ഇപ്പം ഞാൻ എയർപോർട്ടിന് അടുത്തുകൂടെയാണ് പോകുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഡെയിലി ഒരു 10-12 വിമാനങ്ങളൊക്കെ വരുന്നുള്ളൂ.
അടയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. AC ഒക്കെ ഓണാക്കിയിട്ടുണ്ട്, വർക്ക് ചെയ്യുമായിരിക്കും. അടച്ച് ഓടിക്കുന്ന വൻ സുഖമായിരിക്കും. പറഞ്ഞു പോവോ, സീറ്റ് ഇല്ലല്ലോ. ഇവിടെ നമ്മൾ കാർ റെന്റിന് എടുക്കുമ്പോഴത്തേക്കിനും നമ്മളൊരു ഡ്രൈവേഴ്സ് പെർമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ ഭരണകൂടം നമുക്ക് തരുന്ന ഒരു ഡ്രൈവേഴ്സ് പെർമിറ്റ് എടുക്കണം. അതിന് 30 ഈസ്റ്റ് കരീബിയൻ ഡോളർ 30 ഈസി നമ്മൾ കൊടുക്കണം. വണ്ടിക്ക് ഒരു ദിവസത്തേക്ക് എനിക്ക് 7500 രൂപ. നാളെ വൈകിട്ട് ഞാൻ ഈ വണ്ടി ഇവിടെ എയർപോർട്ടിൽ കൊണ്ട് അവിടെ തന്നെ കൊടുത്താൽ മതി. നാളെ രാവിലെ 8 മണിക്ക് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മതി. അതാണ് അതിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഒരു ദാരിദ്ര്യ ലുക്കുള്ള ഒരു സ്ഥലം, അതായത് ഒരു ഗ്രാമ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിനടുത്താണെന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലും ഇല്ല. ഞാൻ രാവിലെ എന്തെങ്കിലും വാങ്ങിക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേനും ഈ എയർപോർട്ട് ഇരിക്കുന്നത് ഇവരുടെ മെയിൻ ടൗൺ ആയിട്ടുള്ള റോസോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 40 കിലോമീറ്റർ മാറിയാണ്, ഒരു 40 കിലോമീറ്റേഴ്സ് മാറിയാണ്. ഇവർക്ക് റോസോയിൽ ഒരു ചെറിയ എയർപോർട്ട് ഉണ്ട്, പക്ഷെ അവിടെ വളരെ ചെറിയ കുറച്ച് വിമാനങ്ങൾ മാത്രമേ അവിടെ വരുന്നുള്ളൂ, വേറെ ഒന്നും അവിടെ വരുന്നില്ല. മറ്റേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഉണ്ടല്ലോ, ഈ ചെറിയ കുഞ്ഞു വിമാനങ്ങൾ. പിന്നെ പുതിയൊരു എയർപോർട്ട് ഇവർ പണിയുന്നുണ്ട്, അതും ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് കുറേ ദൂരം മാറിയാണ് പുതിയൊരു എയർപോർട്ട് ഇവർ പണിയുന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. മൊത്തത്തിൽ വലിയ ജനസംഖ്യയൊന്നുമില്ല, ആകെ ഒരു 50,000-60,000 പേര് ഈ രാജ്യത്തുള്ളൂ, അതിൽ കൂടുതൽ ആൾക്കാരൊന്നുമില്ല. സോ അങ്ങനത്തെ ഒരു സെറ്റപ്പ്, ഒരു ലെയ്ഡ് ബാക്ക് സ്ഥലം. വലിയ നമ്മൾ ലക്ഷദ്വീപൊക്കെ പോകുമ്പോൾ എങ്ങനെ ഏകദേശം ലക്ഷദ്വീപിനെക്കാട്ടി ഒരു 10-20 വർഷം പുറകിലാണ് ഇവിടുത്തെ അവസ്ഥകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് അങ്ങനെയാണ് ബേസിക്കലി തോന്നിയത്. പിന്നെ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോകാം. പക്ഷേ ഈ കാഴ്ചകൾ കാണുന്നതിലുപരിയായിട്ട് ഇതുപോലുള്ള രാജ്യങ്ങളിൽ വന്ന് ഇവിടുത്തെ ആളുകളായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ കണ്ടുപഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ സംഭവങ്ങളാണ് ശരിക്കും. അതൊന്നും എനിക്ക് പലതും നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പൊ എനിക്കത് പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ, ഇത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. സോ ഇവിടെ രാവിലെ ഏത്തക്കൊലയൊക്കെ വിൽക്കാൻ, ഏത്തക്കൊലയും മറ്റേ സാധനങ്ങൾ എന്താ പറയുക, കടച്ചക്കയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. രാവിലെ കർഷകർ അവരുടെ പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. സോ അതുപോലത്തെ ഒരു സ്ഥലമാണിത് ബേസിക്കലി, മനസ്സിലായില്ലേ? എന്തായാലും കോമഡിയാ. ഞാൻ പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയാണേ. നല്ല ഇത് ഇടയ്ക്കിടയ്ക്കാണ് ബീച്ചിൻ്റെ സൈഡിൽ വരുന്നത്. പിന്നെ ഇങ്ങനെ അപ്പുറത്തൂടൊക്കെ ഇങ്ങനെ പോകും. ഇവിടെ ശക്തമായ തിരയടിക്കുന്നുണ്ട്. തിരയടിച്ച് കയറാതിരിക്കാൻ വേണ്ടി കല്ലുകൾ ഇട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഇട്ടിരിക്കുന്ന പോലെ. പിന്നെ തെങ്ങാണ് കംപ്ലീറ്റ് നിൽക്കുന്നത്, അതായത് ആ ഒരു തീരത്ത് കംപ്ലീറ്റ് തെങ്ങാണ്. പിന്നെ മൊത്തം മല, തെങ്ങും മലയും ബീച്ചും, അതാണ് ഈ രാജ്യം. ഇത് ഫുള്ള് വിജനമാണോ. ഇപ്പം എയർപോർട്ടിന് അവിടെ നിന്ന് വിട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ടൗൺ വരുന്ന 40 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തിനാണോ ഇവർ എയർപോർട്ട് ഇത്രയും ദൂരെ പണിത് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ കുറച്ച് പരന്ന ഭാഗം എയർപോർട്ട് പണിയാൻ പറ്റിയ സ്ഥലം അവർക്ക് അവരുടെ ഈ ഒരു ഭാഗത്താണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടി ഇത്ര ഓടിയാണെന്നുണ്ടെങ്കിലും വണ്ടി അത്യാവശ്യം സ്മൂത്താട്ടോ. 1,30,000 കിലോമീറ്റർ ഓടി എന്നുള്ള വണ്ടിയാണ്. ഇനി അതിൽ കൂടുതൽ ഓടിയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല, അത്രയാണ് ഓഡോമീറ്ററിൽ കാണിക്കുന്നത്. സംഭവം കുഴപ്പമില്ല, അത്യാവശ്യം സ്മൂത്താണ്. AC ഇടാതാണ് ഇവിടെ പല ആൾക്കാരും വണ്ടി ഓടിക്കുന്നത്. AC ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വലിക്കത്തില്ല, അതാണ് പ്രശ്നം. നാച്ചുറൽ ബ്യൂട്ടിയോടൊപ്പം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉരുളുപൊട്ടലും ബാക്കിയുള്ള സംഭവങ്ങളും മലയിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഉണ്ടോ നോക്കിയേ, ഇത് കണ്ടില്ല, ഇവിടെ വലിയൊരു മലയിടിച്ചിൽ സംഭവിച്ചിട്ട് അവിടെ വീണ്ടും ഫർദർ ഇതാവാതിരിക്കാൻ വേണ്ടി അവിടെ കിട്ടുന്നത് കണ്ടോ നോക്കിയേ. ഇത് ഈ ഇടയ്ക്ക് എങ്ങാണ്ട് സംഭവിച്ചതാണ്, മഴയത്ത് സംഭവിച്ചാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ ചേമ്പ് കൃഷി ഉണ്ടോ, ചേമ്പ് കൃഷി. ഇവർ ചേമ്പൊക്കെ ഇഷ്ടം പോലെ കഴിക്കും. ഇവര് ചേമ്പ് മാത്രമല്ല, കാച്ചില്, കപ്പ, ചേന കണ്ടിട്ടില്ലേ ഞാൻ, പിന്നെ നമ്മുടെ കടച്ചക്ക, ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നല്ല എല്ലാ ദ്വീപുകളിൽ പോകുമ്പോഴും ഇതൊക്കെ ഉള്ളതാ. നമ്മുടെ നാട്ടിലും പലതും വന്നതാ പുറത്തുനിന്ന്. ഇവിടുത്തെ ഒരു LP സ്കൂളാണേ. ആ LP സ്കൂളിൽ ടീച്ചർമാർ അവിടെ കുട്ടികളെ എന്തൊക്കെയോ, എനിക്കൊന്ന് ഇവരുടെ ഫ്ലാഗിനെ പറ്റി പഠിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇത് കണ്ടോ, ഇവരുടെ ഫ്ലാഗിനെ പറ്റി പഠിപ്പിക്കുകയാണ്. എനിക്ക് 1 ഫ്ലാഗ് 1 പീപ്പിൾ 1 നേഷൻ, അതാണ് പഠിപ്പിക്കുന്നത് കുട്ടികളെ. ഓ ഡൊമിനിക്ക കൊള്ളാല്ലേ. 1 ഫ്ലാഗ് 1 നേഷൻ 1 പീപ്പിൾ ഡൊമിനിക്ക, അതാണ് തോന്നി ഇവരുടെ പരിപാടി. പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ മറ്റേ സൂംബ ഡാൻസ് ഇവിടെ ഉണ്ടോ? ഇവിടെ നിന്നല്ലേ കേരളത്തിലോട്ട് വന്നേ. ഒരു വില്ലേജ് ആണേ, ഏതോ ഒരു വില്ലേജിലുള്ള ഒരു സ്കൂൾ. ഇവിടെ സമീപത്തുള്ള കുട്ടികളൊക്കെ ഇവിടെയാണ് വരുന്നതെന്ന് തോന്നുന്നു പഠിക്കാനായിട്ട്. പ്രൈമറി വിദ്യാഭ്യാസം മുതൽ സ്കൂൾ വിദ്യാഭ്യാസം വരെ എല്ലാം ഗവൺമെൻറ് ഫ്രീ ആണ് ഇവിടെ കുട്ടികൾക്ക്.
നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ബാക്കിയുള്ളതൊക്കെ പിന്നെ. പിള്ളേരെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിപ്പിക്കുന്നത്. പിള്ളേരൊക്കെ എന്ത് ഫണ്ണാന്ന് നോക്കിയാൽ അവിടെ. സ്കൂള് കൊള്ളായിരുന്നു അല്ലേ? സ്കൂളിലെ കാഴ്ചകൾ ഭയങ്കര രസകരമായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്ന ഓരോ നാട്ടിലെ ഓരോ ടീച്ചർമാർ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. ഒരു കടയാണ് വഴിയോരത്ത് കാണുന്നത്. അവിടെ വെച്ചിരിക്കുന്നത് പുള്ളിയുടെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഒരു വാഴക്കൊല, പിന്നെ മറ്റേ 2 കരിക്ക്. ഇവർ തേങ്ങയായിട്ടല്ലല്ലോ ഉപയോഗിക്കുന്നത്, ഇവർ കരിക്കായിട്ടല്ല ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് പരിപാടി. പിന്നെ അവിടെ താഴെ ഒരു എൻജിൻ ഇരിപ്പുണ്ട്, അത് വിൽക്കാനല്ലെന്ന് തോന്നുന്നു. ആക്രി എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. പിന്നെ അത് ഇതാണ് കട. ഹായ്. യെസ്, കാച്ചിലോ ചേമ്പോ ഏതാണ്ട് സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് മദ്യക്കുപ്പിയുണ്ട്. ബാറും പരിപാടികളൊക്കെയാണ് മൊത്തത്തിൽ. കണ്ടില്ലേ എനിക്ക് കുറേ ഫ്രൂട്ട്സും പരിപാടികളൊക്കെ ഉണ്ട്. പുള്ളിക്ക് ഒരു ചായയോ ഒരു കുപ്പി വെള്ളമോ കിട്ടിയില്ലെങ്കിലും മദ്യം അത് എവിടെയും കിട്ടും. അതിന് മാത്രം ഒരു പഞ്ഞോ എവിടെയില്ല. അയ്യാ, നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെ ഇവിടെയും പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ പല രാജ്യങ്ങളിലും ഇതുപോലെ ഗവൺമെന്റിന്റെ പദ്ധതികളൊക്കെ ഉണ്ട്. കാട് വെട്ടി തെളിക്കുക, അങ്ങനെയുള്ള പല പരിപാടികൾ. ഇത് ശരിക്കും ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് ശരിക്കും കേരള സർക്കാരിന്റെ മാത്രം പരിപാടിയല്ല. ഇത് ലോകത്ത് പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലുള്ള ഒരു പരിപാടിയാണിത്. അത് ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം പല ആൾക്കാരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. നമുക്ക് കൃഷിക്ക് ആളെ കിട്ടും, നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതുപോലെയുള്ള നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലെ തൊഴിലുറപ്പ് പോലെയുള്ള ആൾക്കാരെ കിട്ടും. സർക്കാർ പൈസ കൊടുത്തോളും. സോ ദേ വിൽ കം ആൻഡ് ഹെൽപ്പ് ഫോർ അസ്. ആ ഒരു രീതിയിൽ നല്ല കൺസെപ്റ്റ് അല്ലേ അത്? ഈ വണ്ടിയുടെ ചാവി കണ്ടോ ഗൈസ്? ഇതാണ് ഈ വണ്ടിയുടെ ചാവി. അപ്പോൾ ഇത് മാനുവലി ലോക്ക് ചെയ്യേണ്ട വണ്ടിയായിരിക്കും. ദൈവമേ, ഇത് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇതൊക്കെ ചെയ്ത കാലം മറന്നു ഗൈസ്. ലോക്കായി. അയ്യോ, ഇവിടുത്തെ ഒരു ഗ്രാമം മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എയർപോർട്ടിനടുത്തൊരു വലിയ കട പോലും ഞാൻ കണ്ടിട്ടില്ല. സോ ഒരു ചെറിയൊരു കടയിൽ വെള്ളം എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. ഹായ്, ഹൗ ആർ യു? ഗുഡ് മോർണിംഗ്. ഐ നീഡ് സം വാട്ടർ. ഡു യു ഹാവ് വാട്ടർ? Water. Is it okay? No, that's not for you. Okay. Yeah, so yeah. I need can I take this small bottle? Yeah. Okay. Can I open it? Yeah. Okay. Yeah. ഞാനാണ് ഇതൊക്കെ പൊട്ടിച്ചെടുക്കുന്നത്. I'll take 3 bottles. And do we have some snacks or something? Snacks right here. On the Popcorn. ബിസ്ക്കറ്റ്സ് ഷെർലി ബിസ്ക്കറ്റ്, നമ്മുടെ പഴം വറുത്തത്, കരീബിയൻ ഡിലൈറ്റ്സ്. ബിസ്ക്കറ്റും അതൊക്കെ മാത്രമുള്ളല്ലോ. തൽക്കാലം ഒരു മോൾട്ട് മിൽക്ക് ബിസ്ക്കറ്റ് എടുക്കാം. യാ, ഷുവർ, ഐ വിൽ ടേക്ക് ദിസ് 3. ഹൗ മച്ച്? $11. Yeah. like a bag. No, thank you. All good. Thank you. Enjoy the tour. Are you staying somewhere nearby? Your house? Where is your house? My house is around a couple blocks away. Okay, what's your name? I'm Juliet, Julia, nice to meet you. I'm Sujit. I'm from India. India. I'm just arrived. Yeah. Oh, enjoy the country. Yeah. Come back. Yeah, sure. I'm staying here, so I'll come Oh, back. you live? Oh, Yeah. okay. Yeah. See you. Yes, okay. Thank Yeah. you. Bye. പണ്ടുകാലത്ത് ഈ ബ്രിട്ടീഷുകാര് പല രാജ്യങ്ങളും പല സ്ഥലങ്ങളും കൈയടക്കി അവരുടെ കോളനികളാക്കുന്ന സമയത്ത് ഇവർ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് ഈ അടിമ കച്ചവടം എന്ന് പറഞ്ഞൊരു പരിപാടി. ആഫ്രിക്കയിൽ നിന്നും സ്ലേവ്സിനെ ഇവര് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കച്ചവടം ചെയ്യുകയും അവിടെ വിൽക്കുകയും അവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരുടെ തന്നെ പല ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. ശരിക്കും 1600 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു ആ കാര്യങ്ങളൊക്കെ സംഭവിച്ച. 1600, 1700 കാലഘട്ടങ്ങളിലൊക്കെയാണ് അതൊക്കെ സംഭവിക്കുന്നത്. ഭയങ്കര ക്രൂരന്മാരായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലും ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ത്യൻസിനെ അതേപോലെ തന്നെ അടിമകളായിട്ട് പല രാജ്യത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള അടിമകളായിട്ടുള്ള പല ആളുകളാണ് നമുക്ക് ഫിജിയിലും പിന്നെ ഇവിടെയുള്ള ഗയാന പിന്നെ ട്രിനിഡാഡ് പോലെയുള്ള പല രാജ്യങ്ങളിലേക്കും വന്നുപെട്ടതെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ വന്ന ആൾക്കാരും ഉണ്ട്, ഇന്ത്യൻ ഒറിജിൻ ആൾക്കാർ ഇവിടെയൊക്കെ ഉള്ളവർ. അപ്പൊ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ സ്ലേവ്സിനെ ഇവർ കൊണ്ടുവന്നതും കച്ചവടം ചെയ്തതും ഈ പറഞ്ഞ കരീബിയൻ ദ്വീപുകളിലേക്കാണ്. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ഡൊമിനിക്ക എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യത്ത് ഇവരുടെ ഈ ഒരു സ്ലേവറി നടന്നിട്ടുണ്ട്. ആഫ്രിക്കൻ സ്ലേവ്സിനാണ് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന പരിപാടികളൊക്കെ. ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഷുഗർ കെയിൻ കൃഷി, കരിമ്പ് കൃഷി, പിന്നെ ഇവിടെ മെയിനായിട്ട് കോഫി പ്ലാന്റേഷൻസ് ഉണ്ടായിരുന്നു, കാപ്പി കൃഷി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടിയൊക്കെ
ഈ പറഞ്ഞ ആൾക്കാരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ സ്ലേവ്സിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന രീതി വി കാണ്ട് ഈവൻ ഇമാജിൻ. അങ്ങനെ ഒരു സംഭവം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവര് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതും അവര് യൂസ് ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ. ക്രൂരതകൾ എന്നൊക്കെ പറയാനായിട്ട് ശരിക്കും യൂറോപ്യൻസ് ചെയ്തിട്ടുള്ള ക്രൂരതകള് പല രീതിയിലുണ്ട്, യുദ്ധമായിട്ടും അല്ലാതെയും ഇല്ലാതെയും. ഹിറ്റ്ലറുടെ വഴി വേറെ. അപ്പോ എല്ലാ യൂറോപ്യൻസും ഈ പറഞ്ഞ രീതിയിൽ പലതരത്തിലുള്ള ക്രൂരതകൾ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആൾക്കാർ, ഇന്ത്യക്കാരും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ഇപ്പൊ അവിടെ പോയി ചെയ്ത് കാട്ടിക്കൂട്ടുന്നതെന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അവിടെ പോയി അവരെ കോളനികളാക്കുന്നു. അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറഞ്ഞേക്കാം, പണ്ട് ബ്രിട്ടീഷുകാർ നാട് മൊത്തം നടന്ന് കോളനിയാക്കി. ഇപ്പോ നമ്മള് ബാക്കിയുള്ള ആൾക്കാർ, ഇന്ത്യക്കാർ മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാർ, ഇന്ത്യൻസും ആഫ്രിക്കൻസും എല്ലാവരും അവരുടെ നാട് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല നമ്മൾ അവിടെ പോയിട്ട് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒന്ന് പോയി കഴിഞ്ഞാൽ വേണമെന്നൊക്കെ പറയാം. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെയും ഒരു വലിയൊരു ചരിത്രം ഈ ഒരു നാടിനുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും പല കാര്യങ്ങളും. എന്തായാലും ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും എനിക്ക് ഒരു 1-2 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴാണ് ഒരു വീടൊക്കെ കാണുന്നത്. പിന്നെ വളരെ വിജനമായിട്ടുള്ള വഴികളിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ഇങ്ങനെ മലകൾ കയറി ഇറങ്ങി ഭയങ്കര രസമാട്ടോ, ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഇവിടെ വരുന്ന വഴിക്ക് ഒരു കട കണ്ടു. അവന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്ന് കരുതി വന്നതാണ്. സോ ഐ തിങ്ക് ലോക്ക് ചെയ്തിട്ട് പോകണമല്ലോ, ചുമ്മാ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. യെസ്, ലോക്ക് ചെയ്ത്. ലെറ്റ് മീ സീ ദേ ഹാവ് സംതിങ്. യെസ്, ഇത് ബാറാണോ? ഹായ്. ഇവിടെ എന്ത് സംഭവം ഉണ്ടല്ലോ, എന്തൊക്കെയോ ഉണ്ട് പരിപാടി. ഹായ്. Can you tell me what is this? Huh? Okay, so how about this? Okay, so do you have anything without pork? Okay, so this is not pork, right? Okay, fine. I'll take the one. Yeah, I'll take the one. It's Peter's RSP. How much? Check the per cans are $10. Is that even the wedding? Thank you. ഓക്കെ, ഒരു ചിക്കൻ ഹോട്ട് ഡോഗ് കിട്ടി. കാര്യമൊന്നുമില്ല, ചിക്കൻ ഹോട്ട് ഡോഗ് എന്തെങ്കിലും ആട്ടെ. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞാൽ 2 ഭക്ഷണം ബണ്ണ്, അതിന് നടുവിൽ ഒരു കഷ്ണം സോസേജ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും അതിനകത്ത്. അത് തന്നെ സോസേജ് വെച്ചിട്ടുണ്ട്. അതാണ് സാധനം, അതാണ് ഹോട്ട് ഡോഗ്. ഇതിനകത്ത് മൊത്തം സോസായിരുന്നു, കെച്ചപ്പായിരുന്നു, ടൊമാറ്റോ കെച്ചപ്പ്. ഇവിടെയും ബാറും സംഭവങ്ങളും ബിയറും പരിപാടികളും എല്ലായിടത്തും കിട്ടും. ഇതിന് മുമ്പിൽ ആളുകൾക്ക് ഇരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കരീബ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ, നമ്മുടെ ഗരീബല്ല, കരീബിയൻ്റെ കരീബ്. ഇത് ഇവിടുത്തെ ഒരു ബിയറാണ്, CARIB, കരീബ്. താഴെ ഒരു വീടൊക്കെ കാണാം. ഒരു കോഴി ഫാമിലി കണ്ടോ, അച്ഛൻ, അമ്മ, മക്കൾ 1 2 3 4 5 6 7 8 9 10 പിള്ളേരുണ്ട്. അച്ഛനും അമ്മയും 10 പിള്ളേരും. ഇത് ക്യൂട്ടല്ലേ? ആ അമ്മയുടെ അരികെ ചേർന്ന് ഇങ്ങനെ കഴിച്ച് നടക്കുന്നതുണ്ടോ ആ കോഴി. അച്ഛനുണ്ട്, അച്ഛനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ആ വീട്ടുകാരുടെ ആണെന്ന് തോന്നുന്നു ആ കോഴി. പിന്നെ ഇവിടെയൊക്കെ ഐലൻഡിലൊക്കെ കോഴി ഇങ്ങനെ ചുമ്മാ അഴിച്ചു വിട്ടേക്കും. ഇവിടെ പലതും അങ്ങനെയാണ് സംഭവങ്ങൾ കാണുന്നത്.